ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാടൻ കുക്കി. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മലബാർ സ്റ്റൈൽ കൂട്ടുകറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 7-8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ച 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചക്കായ, 1 കപ്പ് ചേന, അത് രണ്ടും സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂണ് ജീരകം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, കറിവേപ്പിലും വറ്റൽമുളകും, പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അതൊന്ന് വറുത്തിട്ടിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കടുകും വെളിച്ചെണ്ണയും, പിന്നെ 1/4 കപ്പ് തേങ്ങാക്കൊത്ത് കൂടി. ഇനി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലയിട്ട് വേവിച്ചെടുക്കാം. കടല കുറച്ച് വേവ് കൂടുതലുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കടലയൊന്ന് വേവുന്ന സമയത്ത് തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ കടല ഇവിടെ ആയിട്ടുണ്ട്. അധികം അടിഞ്ഞു പോവാതെ ഒരു ഹാഫ് കുക്ക് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കായും ചേനയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്തോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ മാറി വന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ആവശ്യത്തിന് കറിവേപ്പിലും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.